Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോർഡ് എക്സാമിലെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ് us start. First question, number of terms in the expansion of x minus 1 by x whole raised to 4. അതായത് ഈ പറഞ്ഞ എക്സ്പാൻഷനിൽ ബൈനോമിയൽ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടാവും എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 5. അതായത് ഈ പവർ എന്താണോ അതിന്റെ +1 അതാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് വരിക. ക്ലിയർ ആയോ? സോ 5 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് x minus 1 by x whole raised to 4. ഇതേ സെയിം ടേമിന്റെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജനറൽ എക്സ്പാൻഷൻ അറിയാം. അതായത് ജനറൽ എക്സ്പാൻഷൻ ഫോർമുല എന്താ? x plus y whole raised to n is equal to nc0 into x raised to n into y raised to 0 plus nc1 x raised to n minus 1 y raised to 1 plus nc2 x raised to n minus 2 y raised to 2 plus etc. Last term ncn x raised to 0 y raised to n. Okay, ഇതാണ് ജനറൽ എക്സ്പാൻഷൻ. ഇപ്പൊ ഇവിടെ പ്ലസിന്റെ കേസ് ആണ് പറഞ്ഞിട്ടത്. മൈനസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ 5 ടേംസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പാൻഷൻ നോക്കാം. nc0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് 1 ആണ്. x raised to n വരുമ്പോൾ x raised to 4. ഇവിടെ n 4 അല്ലേ? സോ x raised to 4 then into y raised to 0 പറഞ്ഞാൽ 1 ആണ്. സോ x raised to 4 മാത്രമാണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്താ വരിക? മൈനസ് ആണ് സെക്കൻഡ് ടേം. മൈനസ് nc1 പറഞ്ഞാൽ 4c1 x raised to n minus 1 അതായത് x raised to 3 into y raised to 1 അതായത് 1 by x. ഇവിടെ ഇപ്പോൾ എക്സും വൈയും അതായത് x plus y-ൽ നമുക്കിപ്പോൾ x minus 1 by x whole raised to 4 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ n is equal to 4 ഉം നമുക്ക് ഇതാണ് x ഇതാണ് y. ഓക്കെ, ഇത് x ഉം ഇത് y ഉം. അപ്പൊ എക്സ്പാൻഷനിൽ മൈനസ് വന്നതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് ഓൾട്ടർനേറ്റ് ടേംസ് കൊടുക്കാം. അത്രേ ഉള്ളൂ. പ്ലസ് 4c2 x square into 1 by x square മൈനസ് 4c3 x into 1 by x cube പ്ലസ് 1 by x raised to 4. അപ്പൊ ഫൈനലി ഇത് ജസ്റ്റ് നമ്മൾ 4c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 4 ആണ്. ഓക്കെ, nc1 പറഞ്ഞാൽ n ആണ്. അപ്പൊ x raised to 4 മൈനസ് 4x square. ഇവിടെ ഇപ്പോൾ x ക്യൂബും x ഉം ക്യാൻസൽ ചെയ്താൽ x square കിട്ടും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ മൈനസ് 4x square ഇനി പ്ലസ് 4c2 എന്ന് പറയുന്നത് എന്താ? 6 ആണ്. x square into x square ക്യാൻസൽ ആവും. അപ്പോൾ 6 വരും. മൈനസ് 4c3 അതായത് 4 തന്നെയാണ്. എക്സും 1 by x ക്യൂബും ക്യാൻസൽ ചെയ്ത് താഴെ x square വരും അല്ലെ? സോ മൈനസ് 4 by x square പ്ലസ് 1 by x raised to 4 അങ്ങനെ തന്നെ എഴുതാം. സോ ഇതാണ് എക്സ്പാൻഷൻ. Next question, consider the expansion of x plus 9y whole raised to 10. Find its number of terms. ആദ്യം തന്നെ ആ പവർ എത്രയാണ്? +1, that is 11. അതാണ് അത്രയും ടേംസ് ഉണ്ടാവും. നെക്സ്റ്റ് ജനറൽ ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജനറൽ ടേമിന്റെ ഫോർമുല എന്താ? TR plus 1 is equal to NCR a raised to n minus r into b raised to r. ഓക്കെ, ഈ എയും ബിയും എന്താ? ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന ടേമിൽ നമ്മൾ a plus b whole raised to n കൺസിഡർ ചെയ്യുകയാണെങ്കിൽ a is equal to x ഉം b is equal to 9y ആണ് തന്നിരിക്കുന്നത്. n is equal to 10 ഉം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് അത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഒരു ജനറൽ ഫോമിൽ. സോ NCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 10CR ഇൻറ്റു a എന്ന് പറയുന്നത് x ആണ് അല്ലേ? സോ x ഇൻറ്റു x raised to n minus r ആ പവർ എഴുതി. ദെൻ ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. സോ 10 minus r എന്ന് എഴുതുക. ആ ഒരു കറക്ഷൻ ചെയ്യാം കേട്ടോ. ഇവിടെ x raised to 10 minus r. r നമുക്കറിയില്ല, ജനറൽ ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. 10 ആണ് നമുക്കറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ അത് ചെയ്തിട്ടില്ല. ദെൻ ഇൻറ്റു b raised to r. b എന്ന് പറയുന്നത് നമുക്കറിയാം 9y ആണ്. അപ്പോൾ 9y raised to r അതങ്ങനെ എഴുതി. നെക്സ്റ്റ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫിഫ്ത്ത് ടേം ആണ്. ഓക്കെ, ഇപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കാണേണ്ടത് ഫിഫ്ത്ത് ടേം ആണ്, T5. പക്ഷെ നമ്മുടെ കയ്യിൽ ഫോർമുല ഉള്ളത് TR plus 1 ആണ്. സോ ആറിന് എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. കാരണം 4 plus 1 5 അല്ലേ? സോ T4 plus 1. സോ നമുക്ക് പ്രീവിയസ് ജനറൽ ടേമിന്റെ എക്സ്പ്രഷനിൽ ആറിന് എന്ത് കൊടുത്താൽ മതി? നമ്മൾ 4 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് T5 കിട്ടും. ക്ലിയർ ആയല്ലോ? സോ T5 is equal to T4 plus 1 is equal to 10C ആറിന് പകരം 4 കൊടുക്കുക. 10CR then x raised to 10 minus 4 into 9y raised to 4. ക്ലിയർ ആയല്ലോ? സോ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 1377810. ഇപ്പോൾ 210 into 6561 ചെയ്താൽ ഇത്രയും വലിയ ടേം കിട്ടും. ഇൻറ്റു x raised to 6 into y raised to 4. ഓക്കെ, അപ്പോൾ അതാണ് ഫിഫ്ത്ത് ടേം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, number of terms in the expansion of x square plus 1 by x whole raised to 6. അപ്പോൾ നമുക്കറിയാം 6 plus 1 അതായത് 7 ആണ് ആൻസർ.
Find the term independent of x in the expansion of x square plus 1 by x whole raised to 6. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനിൽ നമുക്കൊരു ടേം കണ്ടുപിടിക്കണം വിച്ച് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, അതായത് എക്സിന്റെ ടേം വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് ജനറൽ ടേമിന്റെ ഇക്വേഷൻ എടുക്കാം, അതായത് ഫോർമുല ചെയ്ത് ടി ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ദാറ്റ് ഇസ് ടി ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എൻ എന്താ ഇവിടെ ഉള്ളത് 6 ആണ് അല്ലെ. സോ എൻ ഇസ് ഈക്വൽ ടു 6, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6cr ഇൻറ്റു then a എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ടേം a ആയിട്ട് എടുക്കുക, a is equal to x square. അപ്പോൾ x square raised to 6 minus r, n minus r 6 minus r into b raised to r. b എന്ന് പറയുന്നത് 1 by x ആണ് അല്ലെ, സെക്കൻഡ് ടേം ആണ് b. അപ്പോൾ 1 by x ആണ്, സോ into 1 by x raised to r. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ എക്സ്പാൻഷൻ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6cr into x raised to, ഈ ടേമിന് നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് എക്സിന്റെ ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 6cr അങ്ങനെ തന്നെ എഴുതുക. എക്സിന്റെ ടേംസ് ഉണ്ട് എക്സ് റേസ് ടു 2 റേസ് ടു 6 മൈനസ് ആർ ആണ്. അതെങ്ങനെ എഴുതാം, അതായത് എക്സ് റേസ് ടു 2 ഇൻറ്റു 6 മൈനസ് ആർ ആണ് അല്ലെ. ദാറ്റ് ഈസ് ഈ 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റേസ് ടു 12 മൈനസ് 2r. ഇനി ഇവിടെ ഒരു 1 by x ഹോൾ റേസ് ടു 1 by r ഉണ്ട്. അതായത് 1 by x റേസ് ടു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x റേസ് ടു മൈനസ് r ആണ്. അത് ഇതിന്റെ കൂടെ ഗ്രൂപ്പ് ചെയ്യുക, അതായത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്താ, a റേസ് ടു m പ്ലസ് n. സോ ഇവിടെ ഈ ഒരു ടേമും കൂടി ഗ്രൂപ്പ് ചെയ്താൽ x റേസ് ടു മൈനസ് ആറിന്റെയും കൂടി ഗ്രൂപ്പ് ചെയ്താൽ ഈ 12 മൈനസ് 2r മൈനസ് r വരും. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് 12 മൈനസ് 3r ആണ് പവർ വരിക. അപ്പോൾ 6cr x റേസ് ടു 12 മൈനസ് 3r. ഇനി നമ്മുടെ ചോദിച്ചിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് ആവേണ്ടത് അല്ലെ. സോ 6cr ഇൻറ്റു ഈ എക്സിന്റെ ടേം അപ്പം എന്താവണം, 1 ആവണം. സോ എക്സിന്റെ ടേം 1 ആവണമെങ്കിൽ എക്സിന്റെ പവർ എന്തായിരിക്കണം, 0 ആവണം അല്ലെ. ഏത് ടേം റേസ് ടു 0 1 ആണ്. സോ 12 മൈനസ് 3r ഷുഡ് ബി 0. അതായത് 12 ഇസ് ഈക്വൽ ടു 3r. 3യും 12ഉം ക്യാൻസൽ ചെയ്താൽ 4. അപ്പോൾ ആറിന്റെ വാല്യൂ എന്തായിരിക്കണം, 4 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പൊ ടേമിൽ ടി ആർ പ്ലസ് 1ൽ r ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക, 4 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6c4. ഇതേ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എക്സിന്റെ ടേം ഇപ്പോൾ 1 ആയി പോകും. അപ്പൊ 6c ആറിന് പകരം 4 കൊടുക്കുക, അതായത് 15 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു 6. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ജനറൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുമ്പോൾ a പ്ലസ് ബി ഫോമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ എക്സ് റേസ് ടു 6 പ്ലസ് 6c1 ഇൻറ്റു എക്സ് റേസ് ടു 5 ഇൻറ്റു 1 ബൈ എക്സ്. ഇതിപ്പോൾ a ഇത് b, അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം, പ്ലസ് 6c2 എക്സ് റേസ് ടു 4 ഇൻറ്റു 1 ബൈ എക്സ് സ്ക്വയർ, പ്ലസ് 6c3 എക്സ് ക്യൂബ് ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ്, പ്ലസ് 6c4 എക്സ് സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു 4, പ്ലസ് 6c5 എക്സ് ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു 5 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 6. അതായത് ടോട്ടൽ എത്ര ടേംസ് ഉണ്ടാവും, 7 ടേംസ് ഉണ്ടാവും. 6 പ്ലസ് 1 7. ഇനി ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. എക്സിന്റെ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് ടേം എക്സ് റേസ് ടു 6 ആണ്, 6c1 എന്ന് പറയുന്നത് 6 ആണ് അല്ലെ, ഇൻറ്റു ഈ എക്സ് റേസ് ടു 5 എക്സും ക്യാൻസൽ ചെയ്താൽ എക്സ് റേസ് ടു 4 കിട്ടും. അതുപോലെ എക്സ് റേസ് ടു 4ഉം എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് അവിടെ എക്സ് സ്ക്വയർ കിട്ടും. ദെൻ എക്സ് ക്യൂബും എക്സ് ക്യൂബും ഇവിടെ ക്യാൻസലായി, എക്സ് സ്ക്വയർ ഇവിടെ എക്സ് സ്ക്വയർ വരും താഴെ, ഇവിടെ എക്സും എക്സ് റേസ് ടു 5 പോയി എക്സ് റേസ് ടു 4 വരും താഴെ, ഇവിടെ ഓൾറെഡി എക്സ് റേസ് ടു 6 ഉണ്ട്. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇതാണ്, എക്സ് റേസ് ടു 6 പ്ലസ് 6 എക്സ് റേസ് ടു 4 പ്ലസ് 15 എക്സ് സ്ക്വയർ പ്ലസ് 20 പ്ലസ് 15 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 6 ബൈ എക്സ് റേസ് ടു 4 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു 6. ഓക്കെ, ഇതിൽ 6c3 എന്ന് പറയുന്നത് എന്താ, 20 ആണ്. ഓക്കെ, കാരണം അതിൻ്റെ ഒപ്പം എക്സ് ക്യൂബ് ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ് ക്യാൻസൽ ആയി പോകും, അതുകൊണ്ടാണ് ആ കോൺസ്റ്റന്റ് ടേം മാത്രം വരുന്നത്. ബാക്കി എല്ലാ ടേംസിൻ്റെ ഒപ്പം എക്സ് ഒന്നെങ്കിൽ ന്യൂമറേറ്ററിൽ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരും. ഇതാണ് കംപ്ലീറ്റ് എക്സ്പാൻഷൻ. നെക്സ്റ്റ്, ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x by 3 പ്ലസ് 9 ബൈ ഹോൾ റേസ് ടു 10. മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം x by 3 ആണ്, b എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 9y ആണ്. ഓക്കെ, ആൻഡ് n എന്ന് പറയുന്നത് എന്താ, 10 ആണ് ആ പവർ. ഓക്കെ, ഇനി മിഡിൽ ടേം എന്ന് പറയുന്നത് ഏത് ടേം ആയിരിക്കും, n/2 പ്ലസ് 1th ടേം ആയിരിക്കും. n/2 എന്ന് പറഞ്ഞാൽ 10/2 പ്ലസ് 1th ടേം, അതായത് 6th ടേം. 10/2 5 അല്ലേ, 5 പ്ലസ് 1 6. 6th ടേം ആണ് മിഡിൽ ടേം വരിക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ ടി ആർ പ്ലസ് 1ന്റെ ഫോർമുല അറിയാം, NCR a റേസ് ടു n മൈനസ് ആർ b റേസ് ടു r അല്ലെ. അതായത് 6th ടേം കാണെങ്കിൽ ആറിന് എന്ത് കൊടുത്താൽ മതി, 5 കൊടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് T6 കിട്ടുക അല്ലെ. സോ 10c, അതായത് n എന്ന് പറയുന്നത് 10 ആണ്, ആൻഡ് r എന്ന് പറയുന്നത് എന്താ,
5 ആണ്. സോ 10c5 ഇൻറ്റു എ എന്ന് പറയുന്നത് x by 3 ആണ്, ഹോൾ റേസ് ടു 10 മൈനസ് 5, n മൈനസ് ആർ 10 മൈനസ് 5 ഇൻറ്റു ഇതും കറക്ഷൻ ഉണ്ട് 9y ആണ് കേട്ടോ. ഈ ഒരു ടേം എന്ന് പറയുന്നത് 9y ഹോൾ റേസ് ടു r എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, 9y ഹോൾ റേസ് ടു 5. അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന്റെ പവർ നോക്കുക, എക്സ് റേസ് ടു 5 വരും. ദെൻ വൈയുടെ പവറും ഇതേപോലെ y റേസ് ടു 5 വരും. ബാക്കി ടേംസ് 252 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 5 ഇൻറ്റു 9 റേസ് ടു 5. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി 61236 ഇൻറ്റു എക്സ് റേസ് ടു 5 ഇൻറ്റു y റേസ് ടു 5 ഇതാണ് ആൻസർ വരിക. താങ്ക് യു.